ഇവളെൻ്റെ അയൽവാസിയാണ്, ഞാൻ ഇവളെ ചെയ്തിട്ടുണ്ട്. ആണോ? എങ്ങനെ ഉണ്ടായിരുന്നടാ? എന്നിട്ട് പറ. എന്താടി ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ലടാ, കൂടെ കൂട്ടാൻ പറ്റിയായിട്ട്. പ്ലീസ്, സ്നേഹമുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്നെ കൂടെ ആർക്കെങ്കിലും ഒരു ചേതല്ലാത്ത ഉപകാരമല്ലേ? പറ. എനിക്ക് താത്തൻ്റെ അടുത്ത് വരാനാ ഫണ്ട് തരാം. പോടാ, തള്ളക്കി കൊണ്ട് കൊടുക്കടാ ഫണ്ട്, കേട്ടോ? അങ്ങനെ ഫണ്ടിനൊന്നും മോഹിക്കുന്നവളല്ലടാ ഞാൻ ഏകദേശം 1.5 മണിക്കൂറായി ഇരിക്കുന്നു. ഒരുത്തിൻ്റെ അടുത്തൊരു സൂപ്പർ ചാറ്റ് പോലും ഞാൻ ചോദിച്ചില്ലല്ലോ. തവനൂർ കീശ്ശേരി അടുത്തുള്ള സ്ഥലമാണ്, എനിക്കറിയാം, അവിടെ ഞാനുണ്ട്. ആണോ? ഞാൻ നമ്മുടെ തവനൂർ റോഡിലിടാം, നമ്മുടെ ജയില് കേട്ടോ. ഹലോ മുത്ത, സുഖമാണ്? എന്താ വിശേഷം? കഴിച്ചു? പിന്നെന്താ മുഹമ്മദേ, ഫുഡൊക്കെ കഴിച്ചു? സുഖം. മുഹമ്മദ് അനസ്, ഫുഡൊക്കെ കഴിച്ചിടും. യു ലിപ്പ് സൂപ്പർ, താങ്ക് യു. ഇവിടെ വന്നു. ഇവളെ ബാക്കിലടിക്കുമ്പോൾ ഇവൾ ഡാഷ് വിടും. ആണോ? ആയിക്കോട്ടെ. കെട്ടിച്ചു കൊടുക്കൂ. ആരേനെ? ഞാൻ കൂടെ കൂട്ടാൻ 1 ഡാഷ് തന്നാൽ മതി. സാനു തൽക്കാലം അമ്മയെ കൊണ്ട് ചെയ്യിക്കടാ. ഇവളെയും ഞാൻ പറയിക്കും. ആയിക്കോട്ടെ. ഭർത്താവില്ലേ? ഉണ്ട്രാ. അയ്യോ, ഉന്നെ നീനത്തിട സ്വല്ലത്തവിത്തിട മെല്ലെ കാലന്തേ. അത്രയ്ക്കും ദാരിദ്ര്യമുണ്ട് ഇതിലെ വികാരജീവികൾക്ക്. എനിക്കറിയില്ലടോ, ഇതെന്ത് പോലെയുള്ളത് എന്നെ കണ്ടാൽ. എന്നാലും വെറുതെ വിടില്ല. എന്ത് ചെയ്യും? എൻ്റെ പേര് അനസ്, പാലക്കാടാണ്. പ്ലേസ് ന്യൂ ആണ്, തിരിച്ചു കൂട്ടാക്കുന്നു. പിന്നെന്താ മുഹമ്മദ് അനസ്? തീർച്ചയായും കൂട്ടാക്കാം. വേണ്ട, എൻ്റെ ഡാഷ് മതി. ഞാൻ നിൻ്റെ തള്ളയെ പോലെ വിൽക്കാൻ വെച്ചിട്ടില്ലടാ. മരക്കഴുതേ, പോടാ. താത്തോ, എനിക്ക് ഇഷ്ടമായിട്ടല്ലേ ചോദിക്കുന്നത്. ഞാൻ എന്താ വെച്ചാൽ ചെയ്യുക താത്ത. തൽക്കാലം തള്ളയെ പോയി ചെയ്യടാ. തള്ളേനെ ഇഷ്ടപ്പെട്ട് ചെയ്യട്ടാ. ഇവരുടെ ഡാഷിൽ ഞാൻ കടിച്ച പാടുണ്ട്. ആണോ? നല്ല കാര്യം. ആയിക്കോട്ടെ. ഇവിടെ മക്കളേക്ക് ഉറക്കം വരുന്നുണ്ടാ. ഉറക്കം വന്നാൽ പിന്നെ എനിക്ക് ഒരു ഇൻട്രസ്റ്റ് അങ്ങോട്ട് ഉണ്ടാവില്ല. ഓക്കെ. ഹന്നായി വിളി. അതുവരെ ഹന്ന പറ. നിൻ്റെ മൂടല്ലല്ലോ അവർക്ക് വേണ്ടത് മറ്റേതാ ചേച്ചി. ഉറക്കം വന്ന് എനിക്കൊരു തരം പ്രാന്താടാ. ഉറക്കം വന്ന് എനിക്കത് ഉറങ്ങി തീർക്കണം. ഓക്കെ. ദേഷ്യം വന്നിട്ടുണ്ടെങ്കിലോ ആ ദേഷ്യം എനിക്ക് അതുപോലെ തീർക്കണം. സ്നേഹം വന്നിട്ടുണ്ടെങ്കിലോ എനിക്ക് ആ സ്നേഹം അതുപോലെ തീർക്കണം. ഓക്കെ. അതൊരു സ്വഭാവമാടാ, മനസ്സിലായോ? അതിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. ഉറക്കം വന്നോ ഉറങ്ങി തന്നെ തീർക്കണം. വിശപ്പ് വന്നാലോ ഫുഡ് കഴിച്ച് തന്നെ തീർക്കണം. അങ്ങനെയല്ല കേട്ടോ, ഫുഡിനോട് അങ്ങനെ വിളിക്കാം. ഇപ്പോൾ ആരനെ? പോവല്ലേ കൊച്ചു കൂടി നിൽക്ക്. ഓക്കെ, പോയി ഉറങ്ങിക്കോളൂ. ഹിജാബ് താഴെ ഇടും. ഇത്തയെ കണ്ടാൽ ഹണി റോസിനെ പോലെയുണ്ട്. പിന്നെ ഇനി അങ്ങനെ പറഞ്ഞോ? എന്നിട്ട് ഹണി റോസ് വന്നിട്ട് എന്നെ ചൂലെടുത്തടിക്കാൻ. മറുപടി മുഹമ്മദ് ഫൈസൽ. എന്തുവാ മനസ്സിലായില്ല? ഗുഡ് നൈറ്റ്. ആയിക്കോട്ടെ. സാനു സമ്മതിച്ചടാ, എന്നെ കളിച്ച്. ഓക്കെ, നാളെ വാടാ, ബാക്കി നാളെ പറയാം. ഇവളെ ഞാൻ കളിച്ചത്. ആയിക്കോട്ടെ. ഇവള് പല ആളുകൾക്ക് ഉണ്ടായതാണ് ഇവളുടെ കുട്ടികൾ. ആടാ സാനു, ഒന്നെൻ്റെ അച്ഛൻ്റെ, ഒന്നെൻ്റെ അച്ഛൻ്റെ, ഒന്നെൻ്റെ അമ്മയുടെ അച്ഛൻ്റെ. ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ച്. ഓക്കെ. ബ്യൂട്ടിഫുൾ, സുന്ദരിയാണ്. ഇത്ത പാട്ട് പാടാം. വയ്യടാ, ഉറക്കം വരണ്ട. നല്ല രീതിയിൽ ഉറക്കം വരണ്ട. ഉറക്കം വന്ന് എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, ഉറക്കം വന്നാൽ പ്രാന്താണേ. കഥ പറയും. ഫൈസൽ മുഹമ്മദ്. ഒന്ന് പോടി ഡാഷ് മോളെ. പടാ. താത്താനെ ഒന്ന് മുഴുവനായിട്ട് കാണിക്കൂ, എന്നിട്ട് പോയിക്കോ. കുറച്ച് കഴിഞ്ഞ് പോവാം. ഇത്ത ഐഷിന് വേണ്ടി ഒരു പാട്ട്. അൻഷാദ് ചീക്ക. വയ്യടാ, ഉറക്കം വരുന്നുണ്ട്, നല്ല ഉറക്കം വരുന്നുണ്ട്. നിൻ്റെ ഡാഷ് ഒന്ന് കാണിക്കൂ. വീട്ടിലേക്ക് പോരടാ.
എടാ വീട്ടിൽ പോരേടാ, അടാ വീട്ടിൽ പോരേടാ. അനസ് അലി അഹമ്മദ് അനസ് ആയിക്കോട്ടെ. താത്ത ലൈവിന് യൂട്യൂബ് മോണിറ്റേഷൻ കൂടുതലുണ്ടോ? ലൈവിന് നമുക്കൊന്നും കിട്ടില്ലടോ കേട്ടോ. ഈ ലൈവ് ഇടുന്നവർക്ക് സബ് കൂട്ടാം, വാച്ചവർ കൂട്ടാൻ തന്നെയുള്ളൂ. സുന്ദരി പിന്നെന്താ വിശേഷം? നല്ല വിശേഷമാണോ? വെള്ളിയാഴ്ച രാവ് ഒരു സ്ഥലത്ത് ചൊല്ലിക്കൂടെ? നിനക്കത് ചൊല്ലിക്കൂടെ? വീട്ടിലേക്ക് എങ്ങനെയാണ് വരുന്നത് താത്ത? നടന്ന് വരാം, ബസ്സിൽ വരാം, ഓട്ടോ പിടിച്ച് വരാം, കാറ് വിളിച്ച് വരാം, ബൈക്കിൽ വരാം, എങ്ങനെ വേണമെങ്കിൽ വരാം കേട്ടോ. പിള്ളേർ ഉറങ്ങി. പിന്നെന്താ, പിള്ളേർ പോയോ? പിള്ളേരുറങ്ങി. ഓ ഓക്കെ, താങ്ക് യു താത്ത. ലൈവ് ഇട്ടണമെങ്കിൽ നമുക്ക് 10 പൈസ കിട്ടില്ല. നീ ലൈവ് ഇടാൻ തുടങ്ങിയാൽ ശ്രദ്ധിച്ചു. നമ്പർ തരൂ. ഐഷൻ്റെ കാമുകി അനിത ആണോ? ഷോ ആയിക്കോട്ടെ. വഴി വഴി ഏത് റോട്ടിൽ കൂടി വരാടാ കേട്ടോ. ഒരു കുട്ടി ഞാൻ ഉണ്ടാക്കി തരാം ഡേഷേ. നീ നിൻ്റെ പെങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കടാ. പാവം, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. അവൾക്ക് ഉണ്ടാക്കി കൊടുക്കുക കേട്ടാ, നിൻ്റെ പെങ്ങൾക്ക്. അയ്യോ, ഏറെ എനിക്ക് ചൂടെടുക്കുന്നുണ്ട്. സബില്ല എനിക്ക് ആണോ? എന്ത് പറ്റി? പാടം കൊയ്യുമ്പോൾ പാൽമുളം കുന്തിത്തീഷ്. ഷൈഫു, എന്തുവാ ഷൈഫു ചിരിക്കുന്നേ? പറ ഷൈഫു, എന്നാ തന്നെ ചിരിക്കുന്നേ? 7 മലപ്പൂഞ്ചോല മാമനക്ക് മണിമാല പൊന്മാല കൊഞ്ചടി യാത്രമുത്യം. ഇന്ത്യയിൽ പുതിയൊരു നിയമം വന്നത് നിങ്ങൾ അറിയാഞ്ഞിട്ടാണ്. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് അനാവശ്യം വിളിച്ച് പറയുന്നത് ശിക്ഷാർഹമാണ്. അങ്ങനെയല്ല. പബ്ലിക്കിൽ വന്നിട്ട് നിങ്ങളേനെ ഞാൻ പരസ്യമായി മറ്റേ പണിക്ക് ക്ഷണിച്ചുണ്ടെങ്കിൽ ആണ് കേട്ടോ. അല്ലാതെ എൻ്റെ കാമുകി ആയിഷയ്ക്ക് വേണ്ടി ഒരു വരി താത്ത. സബ് നമ്മളെ കണ്ടാലേ ചിലർ ചെയ്യും. ഒന്ന് എഴുന്നേൽച്ച് നിൽക്കോ. നിങ്ങളൊരു പൊളിയാണ്. താങ്ക് യു. ഇത്ത നന്നായി പാടും. അറിയില്ലടാ. പരുമാലച്ചെരുവിലെ പടിപ്പുര വീട്ടിൽ 18-ാം പട്ടത്തെങ്ങു വച്ചു. നീർകൂടത്തിൻ കാരണവൻ മോഹത്തിൻ കണ്ണീർ ദേവി വെള്ളമൊഴിച്ചു. ഇളം കണ്ണീർ ദേവി വെള്ളമൊഴിച്ചു. തെങ്ങിന് പൂക്കുല കുരുത്തോല നെഞ്ഞിനിരങ്ങിയ എനിക്ക് വരുന്നറിയില്ലടാ. കാണുന്നും ലഹരി കൊണ്ടേ വാട്സപ്പ് നമ്പർ തരൂ, ഞാൻ വിളിക്കുക. ഒരു കളി സെറ്റാക്കും. 80 86 69 43 88 വിളിക്കടാ. നീ ആരേനെ എനിക്ക് സെറ്റാക്കണ വെച്ചിട്ടുണ്ടെങ്കിൽ വിളിക്കടാ. നാറി മോണെ, നീ ആദ്യം നിൻ്റെ തള്ളക്ക് ഉണ്ടാക്കി കൊടുക്കടാ.